ഹായ് ഓൾ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അക്വേറിയം ഫിൽറ്ററുകളെ കുറിച്ചാണ്. തുടക്കക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ഡൗട്ട് ഉണ്ടാവും, ഏത് തരം ഫിൽറ്ററുകളാണ് നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്നത്, അതിന് എത്ര രൂപയാകും എന്നൊക്കെയുള്ളതാണ് പ്രധാന ഡൗട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം വിശദമായിട്ട് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ എയർ സ്റ്റോണിൽ തുടങ്ങി കാനിസ്റ്റർ ഫിൽറ്റർ വരെയുള്ള ഫിൽറ്ററുകളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ചെറുപ്പം മുതലേ കണ്ടു കാണുന്ന ഒരെണ്ണമാണ് ഈ എയർ സ്റ്റോൺ. ഇതൊരു ഫിൽട്ടർ അല്ല, ഇത് എയർ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ടാങ്കിലേക്ക് ആവശ്യമായ ഓക്സിജൻ ഈ എയർ സ്റ്റോൺ വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനാവശ്യമായത് ഒരു എയർ പമ്പ് മോട്ടറാണ്. ഇതാണ് നമുക്ക് ആവശ്യമായ എയർ പമ്പ് മോട്ടർ. ഈ മോട്ടർ ഞാൻ വാങ്ങിച്ചിട്ട് 1 year ആയി. സൺസൺ എന്ന ബ്രാൻഡിൻ്റെ ഒരു മോട്ടറാണ്. ഇത് സൈലൻ്റ് ആണ്, മറ്റ് മോട്ടറുകളെ പോലെയല്ല, സൈലൻ്റ് ആണ്. ഒരു 800 റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനു മുന്നേ ഞാൻ വേറെ ചില മോട്ടറുകളൊക്കെ യൂസ് ചെയ്തിരുന്നത്, ഭയങ്കര ലൗഡ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് സൺസണിൻ്റെ ഇത്. നല്ല എപ്പോഴും സൈലൻ്റ് ആണ് മറ്റ് മോട്ടറുകളെ അപേക്ഷിച്ച്. ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ്, ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രഷർ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ 2 ഔട്ട്ലെറ്റ് വാൽവ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എയർ സ്റ്റോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അക്വേറിയത്തിലോട്ട് പ്രവർത്തിപ്പിക്കാം. നമ്മുടെ മീനിന് ആവശ്യമായ ഓക്സിജൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു ഫിൽട്ടർ അല്ല, ഇത് ടാങ്ക് ക്ലീൻ ചെയ്യില്ല, ഇത് ടാങ്കിലേക്ക് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്വേറിയം ഷോപ്പുകാരും അങ്ങനെയുള്ളവരൊക്കെയാണ്. അവർക്ക് ഒരുപാട് വില കൂടിയ ഫിൽറ്റേഴ്സ് ഒരുപാട് എണ്ണം ടാങ്കിൽ വാങ്ങി വെക്കാൻ പറ്റില്ല. അപ്പോൾ മോട്ടർ വെച്ചിട്ട് 3-4 എയർ സ്റ്റോൺ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. 2 ഔട്ട്ലെറ്റ് ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ജോയിൻറ്റർ വെച്ച് ടീ ജോയിൻ്റൊക്കെ വെച്ചിട്ട് കുറേ ടാങ്കിലേക്ക് നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പർപ്പസിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യില്ല. തുടക്കക്കാർക്ക് ഒരു പ്ലാന്റഡ് ടാങ്കിലൊന്നും ഇത് ആവശ്യമില്ല. ഇത് പ്രത്യേകിച്ച് ഷോപ്പുകാർക്കൊക്കെയാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പോഞ്ച് ഫിൽറ്ററുകളെ കുറിച്ചാണ്. ഇത് മാർക്കറ്റിൽ ഒരു 200 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് പ്രവർത്തിപ്പിക്കാൻ നമുക്കൊരു എയർ പമ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എയർ പമ്പിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് എയർ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. എയർ ബബിൾസ് ടാങ്കിൽ ഓക്സിജൻ ലഭ്യമാകുന്നതോടൊപ്പം തന്നെ നമുക്ക് ടാങ്ക് വൃത്തിയാക്കുവാനും ഈ ഫിൽറ്റർ സഹായിക്കും. ഇതൊരു ബയോളജിക്കൽ ഫിൽറ്ററാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വളരെ പോറസ് ആയിട്ടുള്ള ഒരു സർഫേസ് ആണ്. അപ്പോൾ ബെനഫിഷ്യൽ ബാക്ടീരിയയ്ക്ക് ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഫിൽറ്റർ കൂടിയാണ് ഈ സ്പോഞ്ച് ഫിൽറ്റർ. നമ്മൾ പൊതുവെ പ്ലാന്റഡ് ടാങ്കിന് ഇത് ഞാൻ റെഫർ ചെയ്യുന്നില്ല, കാരണം നമ്മളിത് 2 weeks ഒരിക്കൽ നമ്മൾ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ ഇതിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ വീഴുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ഇതിൻ്റെ ബേസ് എപ്പോഴും ചെളി നിറഞ്ഞിരിക്കും. ഇതിലേക്ക് വരുന്ന ഡസ്റ്റുകളും കാര്യങ്ങളും ഇതിൻ്റെ ബേസിൽ അടിഞ്ഞിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രീഡേഴ്സാണ്. ബ്രീഡേഴ്സിന് അവരുടെ പ്രൈസ് നഷ്ടപ്പെടാതിരിക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം മറ്റ് ഫിൽറ്ററുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ കയറി പോകാൻ സാധ്യതയില്ല. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ബ്രീഡേഴ്സിനാണ് മെയിനായിട്ട് ഈ സ്പോഞ്ച് ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെക്കാനിക് ഫിൽറ്ററിനെ കുറിച്ചാണ്. ഈ മെക്കാനിക് ഫിൽറ്ററിന് 300 രൂപ മുതൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ മെക്കാനിക് ഫിൽറ്റർ തന്നെ ഇതിൽ ബയോളജിക്കലായിട്ടുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ബയോബോൾസ് പോലുള്ളവ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫിൽറ്ററുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടോപ്പ് ഫിൽറ്ററിൻ്റെ സ്ഥാനം അക്വേറിയത്തിൻ്റെ മുകളിലായിരിക്കും. ടോപ്പ് ഫിൽറ്ററിനകത്തെ ചേംബറിൽ നമുക്ക് ബയോമീഡിയ, അതുപോലെ സ്പോഞ്ച് പോലുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. അതായത് ബെനഫിഷ്യൽ ബാക്ടീരിയയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ബയോമീഡിയസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ടാങ്കിനകത്ത് ക്രിയേറ്റ് ചെയ്യാനും ഈ ടോപ്പ് ഫിൽറ്ററുകൾ സഹായിക്കുന്നു. ഇത്തരം ടോപ്പ് ഫിൽറ്ററുകൾക്ക് മാർക്കറ്റിൽ 800 രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതായി പറയുന്നത് ഹാങ് ഓൺ ഫിൽറ്ററുകളെ കുറിച്ചാണ്. കോമൺ ആയി ഇതിനെ ഹാങ് ഓൺ ഫിൽറ്റർ എന്ന് പറയുന്നു. ഇത് തന്നെ 2 തരമുണ്ട്, ഹാങ് ഇൻ ഫിൽറ്ററും ഹാങ് ബാക്ക് ഫിൽറ്ററും. ഹാങ് ബാക്ക് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ ഈ ഫിൽറ്റർ യൂണിറ്റ് ടാങ്കിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. അതുപോലെ ഹാങ് ഇൻ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇത് അക്വേറിയത്തിനകത്തായിട്ടായിരിക്കും ഇതിൻ്റെ ഫിൽറ്റർ യൂണിറ്റ് വരുന്നത്. ടോപ്പ് ഫിൽറ്ററിൻ്റേത് സമാനമായ പ്രവർത്തന രീതിയാണ് ഹാങ് ഓൺ ഫിൽറ്ററുകൾക്കും ഉള്ളത്. പ്രകടമായ വ്യത്യാസം, ഇതിനകത്ത് ഫിൽട്ടർ യൂണിറ്റിനെ 3-4 ചേംബറുകളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഓരോ ചേംബറുകളിൽ നമുക്ക് ആവശ്യമായ ഡിഫറൻറ്റ് മീഡിയാസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
മാർക്കറ്റിൽ പല സൈസിലുള്ള ഫിൽറ്റേഴ്സുകൾ ലഭ്യമാണ്. 300 രൂപ മുതൽ നമുക്ക് 1000-1500 രൂപ വരെയുള്ള ഫിൽറ്ററുകൾ ലഭ്യമാണ്. ഒരു 3 അടി വരെയുള്ള ടാങ്കുകൾക്ക് നമുക്ക് ഇതുപോലെയുള്ള ഹാങ് ഓൺ ഫിൽറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കാനിസ്റ്റർ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത് 4 അടി മുതലുള്ള ടാങ്കുകൾക്കും ചെറിയ പോണ്ടുകൾക്കുമാണ് കാനിസ്റ്റർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് താരതമ്യേന കുറച്ച് വലിപ്പമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് വെള്ളം ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലുമായിരിക്കും. ഇവ സൂക്ഷിക്കുന്നതിന് ഒരു സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ്.